കഷ്ടപ്പെട്ടൊക്കെ ചെയ്ത സിനിമയല്ലേ, അപ്പം അത് ഇറക്കുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഉള്ള പോലെ ഒരു ടെൻഷൻ എനിക്കുണ്ട്. പ്രതീക്ഷകളൊക്കെ ഉണ്ട്. പ്രതീക്ഷ നല്ല പ്രതീക്ഷയോട് തന്നെയാണല്ലോ എല്ലാവരും ഇറക്കുന്നത്. എല്ലാവർക്കും അവരവരുടെ സിനിമ നല്ലതായിരിക്കുമല്ലോ. കാക്കിക്ക് തന്നെ കൊണ്ടുവെന്ന് പറഞ്ഞ പോലെ എൻ്റെ സിനിമ തീർച്ചയായിട്ടും എനിക്ക് എപ്പോഴും നല്ലതായിരിക്കും. അപ്പം നമ്മൾ നല്ല പ്രതീക്ഷയിൽ തന്നെയായിരിക്കും ഇറക്കുന്നത്. ഇന്നിറങ്ങിയ സിനിമകളൊക്കെ നല്ല വിജയം തീർച്ചയായിട്ടും നേരട്ടെ. നല്ല അഭിപ്രായമാണ് കേൾക്കുന്നത്. ARM-നും പിന്നെ ഇന്ന് ഇറങ്ങിയത് കിഷ്കിൻ്റെ കാണ്ടം, രണ്ടും നല്ല റിപ്പോർട്ടാണ് കേൾക്കുന്നത്. രണ്ടും നന്നായി വരട്ടെ. നാളെ ഇറങ്ങാൻ പോകുന്ന ഞങ്ങളുടെ സിനിമയിലൂടെ ഇറങ്ങാൻ പോകുന്ന കൊണ്ടൽ പെപ്പെ അഭിനയിച്ചിരിക്കുന്നത്, അതും നന്നായി വരട്ടെ. ഞങ്ങളുടേതിനേക്കാൾ നന്നായി വന്നാൽ അത്രയും സന്തോഷം. അങ്ങനെ കോമ്പറ്റീഷനൊന്നുമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇത് കോമ്പറ്റീഷനൊന്നും ആവശ്യമില്ലല്ലോ. ഓരോരുത്തരും അവരവരുടെ ഒരു പ്രോഡക്റ്റ് വൃത്തിയായിട്ട് ചെയ്തുകൊണ്ട് വരുന്നു. അതിനെ പ്രേക്ഷകരാണ് സ്വീകരിക്കുന്നത്. പ്രേക്ഷകരുടെ കയ്യിലാണ്. അല്ലാതെ ഞങ്ങൾ കോമ്പറ്റീഷൻ വെക്കുന്നതിലൊന്നും കാര്യമില്ല. നിങ്ങൾക്കത് കണ്ടപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിങ്ങൾ എന്തിനാണ് പവർ ഗ്രൂപ്പ് എന്നുള്ളൊരു വേർഡിനെ എന്തിനാണ് എന്നോട് ചോദിക്കുന്നത്? ഞാൻ എന്തിനാണ് അത് ഇട്ടതെന്നും എന്താണതെന്നും വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളതിനെ വളച്ചൊടിച്ച് ഒരു പവർ ഗ്രൂപ്പ് എന്നുള്ളൊരു ക്വസ്റ്റിൻ്റെ ആവശ്യം അവിടെ ഇല്ല. ഞാൻ കൃത്യമായിട്ട് വളരെ ചുരുങ്ങിയ വേർഡ്സിൽ എൻ്റെ സങ്കടം ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. അതെന്തിനായിരുന്നു എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വേറെ ഒരു വളച്ചൊടിക്കലിൻ്റെ ആവശ്യം അവിടെ ഇല്ല. അവരുടെ എല്ലാ സിനിമകളും പെപ്പയുടെയും ഗോപിയുടെയും ആസിഫിൻ്റെ ഒക്കെ സിനിമകൾ നന്നാണെന്ന് ഞാൻ ചേച്ചി ആ പോസ്റ്റ് വളരെ വിഷമത്തോടെയാണ് ആ പോസ്റ്റ് ഇട്ടത്. അത് കാണുമ്പോൾ മനസ്സിലാവും ആ പോസ്റ്റ്. അപ്പോൾ അത് കണ്ടിട്ട് ഈ പറഞ്ഞ പടങ്ങൾ അവരാരെങ്കിലും വിളിച്ചിരുന്നോ? അല്ല, എന്നെ ആരും വിളിച്ചില്ല. വിഷമല്ല. അത് നമ്മളിപ്പം ഓണ സിനിമകൾ എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവുമല്ലോ. അപ്പം ആ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാകുമ്പം തീർച്ചയായിട്ടും എന്താ പറയുക, എല്ലാവരും ആർട്ടിസ്റ്റുകളാണ്. അപ്പം എല്ലാവർക്കും ഒരു വിഷമം വരില്ല. അപ്പോൾ അവർ പ്രതീക്ഷിക്കുന്നു. എൻ്റെ സിനിമയിൽ വർക്ക് ചെയ്ത ആർട്ടിസ്റ്റുകളൊക്കെ പ്രതീക്ഷിച്ചു അവരുടെ സിനിമയിൽ അവർ ചെറുതായിട്ടെങ്കിലും പേര് പറഞ്ഞില്ലെങ്കിലും ഒന്ന് മെൻഷൻ ചെയ്യും. എല്ലാ സിനിമകളും നന്നായി വരട്ടെ എന്നെങ്കിലും അറിയുമെന്ന് പ്രതീക്ഷിച്ചു. അപ്പം അത് ഉണ്ടായില്ല. അപ്പം മനഃപൂർവ്വമല്ല, മനഃപൂർവ്വം ആയിരിക്കില്ലായിരിക്കും. നല്ല കാര്യം അത്. അദ്ദേഹം അങ്ങനെ പറഞ്ഞു കേട്ട് ഞാൻ അറിഞ്ഞു. ഒരുപാട് സന്തോഷം. അത് അവർക്ക് വിഷമം വന്നെങ്കിലും അതിലും എൻ്റെ ഒരു എന്താ പറയുക, എൻ്റെ ബുദ്ധിമുട്ട് ഞാൻ അറിയിക്കുന്നു. അത് ഞങ്ങളുടെ ഒരു സങ്കടം മാത്രമാണ്. അതിനെ നിങ്ങൾ ആരും വേറെ രീതിയിൽ ദൈവം ഇത് വളച്ചൊടിക്കരുത്. അത് ഇവിടം കൊണ്ട് കഴിഞ്ഞു. എല്ലാവരുടെയും സിനിമകൾ നന്നാകും. ഓക്കെ.